കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD ഡോക്ടർ റോയിയുടെ ആത്മഹത്യയാണ് ഇപ്പോൾ വളരെയധികം വേദനയോടെ നാം കേട്ടത്. സമൂഹ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു ആ വാർത്ത. ആദായ നികുതി വകുപ്പുമായി അദ്ദേഹത്തിന് എന്തോ ഇടപാടുകളൊക്കെ ഉണ്ട്, അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുന്നു, വെട്ടിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിരന്തരമായ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് അദ്ദേഹം ജീവനൊടുക്കിയത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അത് അതിശയോക്തിയാവാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം കൊടികുത്തി വാഴുന്ന ഒരിടം തന്നെയാണ് കേരളവും ഭാരതവും ഒക്കെ തന്നെ. അവിടെ പ്രത്യേകിച്ച് ഈ സെൻട്രൽ എക്സൈസ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, IT എന്നീ മേഖലകളൊക്കെ തന്നെ അങ്ങനെയാണ്. മര്യാദക്കാരെ അവർക്ക് കണ്ടുകൂടാ. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരോട് നല്ല ചങ്ങാത്താണ്. കാരണം സീസർക്കുള്ളത് സീസർക്ക്, ജീസസിനുള്ള ദൈവത്തിനുള്ളത് യഹോവയ്ക്കുള്ളത് യഹോവയ്ക്ക്, സീസറിനുള്ളത് സീസറിൻ്റെ എന്നുള്ള രീതിയാണ് അവിടെ നടന്നു പോകുന്നത്. സത്യസന്ധമായി ചെയ്യുന്നവരെ എങ്ങനെയൊക്കെ വെട്ടിലാക്കാൻ ശ്രമിക്കുമോ അതൊക്കെ അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അത് ചെയ്തിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ലിവിങ് വിക്റ്റിമാണ്, ഞാനത് അനുഭവിച്ചിട്ടുള്ളതുമാണ്. അവർ വന്ന് അധികാരം കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. വ്യവസായികളെ വർഗശത്രുക്കളായി കാണും. പിന്നെ സാധാരണ ജനതയെ അവരെ നടത്തിക്കും. അവരധികാരം അറിയുന്നത് വരെ അവർ നടത്തിക്കും. ഞങ്ങളാണ് അധികാരികൾ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നവരെ നടത്തിക്കും. പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇവരെ കൊണ്ടില്ല. മാക്സിമം പൈസ, അതായത് വഴിവിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പലരുടെയും വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കമ്മീഷണർമാരെയൊക്കെ വീട് കണ്ട് കണ്ണ് തള്ളിയിട്ടുണ്ട്. അത്രയധികം കാശായിരിക്കും പലയിടത്തുനിന്നും കിട്ടുന്നുണ്ടാവുക. അപ്പം മര്യാദക്കാർക്ക് കൃത്യമായി കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഈ ഉദ്യോഗസ്ഥർ തന്നെ മര്യാദയ്ക്ക് ക്ലോസ് ചെയ്യാണ്ടോ അത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കൃത്യവിലോപം കൊണ്ടൊക്കെ കയറി അരിയസായി മാറുന്നുണ്ടാവുക. അത് അവർക്ക് യൂണിയൻ ഉണ്ട്, അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. എൻ്റെ ഒരു സംഗതിയിൽ തന്നെ ഞാൻ കൊടുക്കണ്ടാത്തൊരു കാശ് സെയിൽ ടാക്സിൽ ഇത് നമ്മൾ നേരത്തെ എല്ലാ പേപ്പേഴ്സും എല്ലാം അവർ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പ്രോപ്പറായി ഫയൽ ചെയ്യാത്തതിൻ്റെ പേരിൽ അരിയേഴ്സായി വന്നു. വൻ ഭീമമായ തുക നമുക്ക് റിക്കവറി നോട്ടീസൊക്കെ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആ കോപ്പി ഉണ്ട്. ഒരു കോപ്പി ഓഫീസിലും ഒരു കോപ്പി തഹസിൽദാരിനും കൊടുക്കേണ്ടതുണ്ട്. ഞാൻ തഹസിൽദാരിന് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കൃത്യമായതും. അവർ പ്രോപ്പർ ഫയലിംഗ് നടത്തിയിട്ടില്ല, പക്ഷേ എൻ്റെ കയ്യിൽ കോപ്പിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കേണ്ടാത്തതാണ്. അങ്ങനെയൊക്കെ ഞാൻ RTI ഫയൽ ചെയ്തു. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം RTI ഫയൽ ചെയ്തപ്പോൾ എനിക്ക് കൃത്യമായ സംഗതികൾ കണ്ട് വന്നതോടുകൂടി ഉദ്യോഗസ്ഥർക്ക് ഭയങ്കര ഈഗോ എന്നോട് വന്നു. അവർ പറഞ്ഞു RTI ഒക്കെ ഫയൽ ചെയ്തിട്ടില്ലല്ലേ, എന്നാൽ പിന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിലൊരു വർത്തമാനമാണ് വരുന്നത്. അവരുടെ ചീപ്പ് ഈഗോ, ഒരു മനുഷ്യ ജീവിയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ജീവിതമാണ് അവരുടെ ചീപ്പ് ഈഗോ കൊണ്ട് ആ ചീപ്പ് ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു കൂട്ടുന്നത്. അവർ പിന്നെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കക്ഷി കോടതിയിൽ പോയത് ഇവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർ ഒരുക്കിയ അല്ലെങ്കിൽ നൂലാമാലകളിൽ നിന്ന് ഇദ്ദേഹത്തിന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ നാരോ പോസിബിലിറ്റി ആയിരിക്കും. സാധ്യത വളരെ നേർത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹം ജീവനൊടുക്കിയതായിരിക്കണം. പിന്നെ അദ്ദേഹമാണെങ്കിൽ വലിയൊരു മോട്ടിവേറ്ററാണ്. എല്ലാവർക്കും കോൺഫിഡൻസ് പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലേഷൻ ബിസിനസ് കൂടിയാണ്, റിയൽ എസ്റ്റേറ്റാണ്. ഭൂമിക്ക് വില കൂടിയപ്പോൾ ഫാക്ടേഴ്സ് ഫേവറബിൾ ആയപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു. സ്വന്തം മിടുക്ക് കൊണ്ടാണോ ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് വെച്ചെങ്കിൽ എനിക്ക് അല്ല എന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മിനിമലിസം ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളുമാണ്.
അദ്ദേഹത്തിന് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എല്ലാം നേടിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ പ്ലെയിൻ ക്രാഷ് ആവുകയാണെങ്കിൽ അത് ക്യാപ്റ്റൻ വിളിച്ചു പറയാണ് ഏത് നിമിഷവും പ്ലെയിൻ നിലം പൊത്താമെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് നൃത്തം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിന് അത്ര അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കില്ല, അസന്തുഷ്ടി പ്രദാനം ചെയ്ത ദിവസങ്ങളായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടായിരിക്കാം നല്ലവണ്ണം ജീവിച്ചിട്ടുണ്ട്, ഇനി ഇവിടെ വെച്ച് അങ്ങോട്ട് അവസാനിക്കാൻ വെച്ച് അവനവന് നേരെ തന്നെ നിറയൊഴിച്ചത്. അങ്ങനെയുമായിരിക്കാം. പക്ഷെ എന്തായാലും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ, അത് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ഇനി റിപ്പോർട്ട്സും സ്വതന്ത്രമായൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതായിട്ട് വരും. അതിപ്പോൾ ഉദ്യോഗസ്ഥർക്ക് യൂണിയൻ ഉണ്ട്, അവർ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമാണ്. അവിടെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കൊടുക്കൽ വാങ്ങലുണ്ട്. അവരെ പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ട് രാഷ്ട്രീയക്കാരും മുതിരില്ല. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളതാണ്. ഇവർക്കും യൂണിയനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തേഞ്ഞു മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് അപ്പോൾ ഇദ്ദേഹം മരിക്കുക 8,000 കോടിയോളം ആസ്തിയുള്ളൊരു മനുഷ്യനാണ് ഈ സ്വയം വെടിവെച്ച് മരിച്ചത്. കള്ളക്കണക്കുകളുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കേണ്ടതായ നികുതി കൃത്യമായി കൊടുത്തിട്ടില്ല, വൻ നികുതി തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പം തിരിച്ചടയ്ക്കൽ മാത്രമല്ലല്ലോ ഉണ്ടാവുക, നികുതി തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷാർഹമായ കുറ്റം കൂടിയാണ്. പക്ഷേ നികുതി എന്നുള്ളത് മനുഷ്യ ജീവിതത്തെ തകരാറിലാക്കാനുള്ളൊരു ഉപകരണമോ ആയുധമോ അല്ലല്ലോ, നീതി നടപ്പിലാക്കേണ്ട ഒരു സംഗതി ആയിരിക്കണം. അപ്പോൾ മനുഷ്യത്വപരമായിട്ട് സമീപിക്കാം. ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ ഒരു സമീപനം, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം കൊടുക്കലൊക്കെ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. സ്വാഭാവികമായും ഒരു ധനാഢ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് അത്ര കണ്ട് മൂർച്ചയേറിയ അല്ലെങ്കിൽ പരുഷമായ വാക്കുകളും ഒന്നും ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം കൺഫ്രണ്ട് ചെയ്യാൻ പോകുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് അദ്ദേഹത്തിന് തന്നെ കൃത്യമായ ധാരണ ഉണ്ടായിക്കാണും ഇതിനകം. അപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് വല്ല സ്റ്റേ വാങ്ങുകയൊക്കെ ചെയ്യാമെന്ന് പണത്തിന് മീതെ പരിന്തും പറക്കില്ലല്ലോ. പണം കൊണ്ട് അദ്ദേഹം മോഹിച്ചിരിക്കാം. പിന്നെ അത് അത് പരാജയപ്പെട്ട് കാണും. കാരണം അപ്പോൾ ഈ കോടതി പോയതോടുകൂടി ഇവരുടെ ഈഗോ ഒന്നുകൂടി ഹേർട്ട് ചെയ്തു. അപ്പോൾ ഒന്ന് കാണണമല്ലോ എന്നുള്ളത്. പിന്നെ എത്ര കോടതിയിൽ പോയാലും നല്ല തൻ്റെയുള്ള ഒരു നൈതികതയുള്ള ഒരു ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ചെയ്ത കുറ്റത്തിൻ്റെ ഗ്രേവിറ്റി അനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. എല്ലാവരും സത്യത്തിൻ്റെ ഒരു കണികയൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അദ്ദേഹം തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ചിലർ തെറ്റ് ചെയ്തില്ലെങ്കിലും ചില ഉദ്യോഗസ്ഥരുണ്ട്, അവർ അൺനെസസറി ആയിട്ട് ചില കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ദോഷം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നിയമങ്ങളെല്ലാം മനുഷ്യ ജീവിതങ്ങളെല്ലാം തന്നെ കംഫർട്ടബിൾ ആക്കാനുള്ളതാണ് ലൈഫ്സ്. പക്ഷേ ചിലരൊക്കെ അത് ദുഷ്കരമാക്കാൻ ഉപയോഗിക്കും. അത്തരം നിയമങ്ങൾ തന്നെ ദുഷ്കരമാക്കാൻ ശ്രമിക്കുന്നത് കാണാം. അങ്ങനെ ചില ഈ നിയമങ്ങളിലും അക്ഷരങ്ങളിലും തൂങ്ങിക്കിടന്ന് അത് കുറച്ച് ഫ്ലെക്സിബിൾ ആവുകയാണെങ്കിൽ അങ്ങോട്ടും വളരെ നിസ്സാരമായ സംഗതിയാവും. പക്ഷെ ഫ്ലെക്സിബിൾ ആവുമായിരുന്നെങ്കിൽ ഒരു ജീവിതം പൊലിഞ്ഞു പോകില്ല. അല്ലെങ്കിൽ അവർക്ക് സന്തോഷപ്രദമായിട്ട് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാവുന്ന സംഗതികൾ, വലിയ തെറ്റുകളും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു അക്ഷരത്തുമ്പോൾ തൂങ്ങിക്കിടന്നിട്ട്, അല്ലെങ്കിൽ ചെറിയ നിയമത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടന്നിട്ട് വളരെ
സ്റ്റബേണായി പിടിവാശി പിടിച്ചു നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ടാവും. അവർ സത്യസന്ധരായിരിക്കാം, പക്ഷെ അത്തരം സത്യസന്ധത ചിലർക്ക് ദോഷവും ചെയ്യും. അത്തരം സത്യസന്ധരായ ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടുകയാണെങ്കിൽ അവരെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല, എളുപ്പമല്ല. ഏത് രാഷ്ട്രീയക്കാരും വിചാരിച്ചാലും അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ഈ സംരംഭകൻ്റെ ഭാഗത്ത് തെറ്റുമുണ്ടായിട്ടുണ്ടാവാം. അപ്പം എന്തുകൊണ്ടോ അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു ലൂപ്പ് ഹോൾസും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അത് അഴിച്ച് ഊരാക്കുടുക്ക് അഴിക്കാനായിട്ട് ഉള്ളൊരു സാധ്യത വളരെ നേരമാണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഇത്രയും സ്വപ്നതുല്യവും സ്വർഗതുല്യവുമായ ജീവിതം ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം ആളും അകമ്പടിയും ഒക്കെ ഉണ്ടായിട്ട് നടന്ന ഒരു മനുഷ്യൻ ഒരു കൾപ്രിറ്റിനെ പോലെ സമൂഹം കാണുമോ? ഇത്രയധികം ആൾക്കാർക്ക് മോട്ടിവേഷനായ ഒരു ജീവിതം ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായി ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടതായി വരുമോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ അയാൾക്ക് റിഗ്രറ്റ്സ് ഇല്ല, ജീവിതത്തിലൊന്നും ഇനി അനുഭവിക്കാൻ ബാക്കിയുമില്ല. ആ സമയത്ത് എന്തിനാണ് ഇനി ദുർഘടം പിടിച്ച ദിവസങ്ങൾ ഇങ്ങനെ കോടതിയും വ്യവഹാരവും പോലീസ് സ്റ്റേഷനുമായി നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തതായിരിക്കാം, സ്വയം മരിച്ചതായിരിക്കാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഒരു ലെസൺ, ഒരു പാഠം ആൾക്കാർ ഉൾക്കൊള്ളരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഈ ബെഡ് ഓഫ് റോസസ് മാത്രമല്ല, ഈ ഗ്ലിറ്റർ മാത്രമല്ല. പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടുന്നവരെ ഒരു നല്ലൊരു പാഠപുസ്തകമായി കൊണ്ടുനടക്കാൻ പറ്റില്ല. അവരിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മരണം ഉദ്യോഗസ്ഥ ദുഷ്പ്രബുദ്ധമാണെങ്കിൽ, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം കൊടികുത്തി വാഴുന്ന സ്ഥലത്ത് ഒരു പുനഃവിചിന്തന എങ്ങനെ ഈ നികുതി വകുപ്പ് എങ്ങനെ ആയിരിക്കണം, ഒരു ഭരണകൂടവും നികുതി വകുപ്പ് സംവിധാനവും ഭരണ സംവിധാനവും ഒക്കെ ഒരു വ്യവസായികളോടും സംരംഭകരോടും എങ്ങനെ ഇനി പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അത് വലിയൊരു സംഗതി തന്നെയാണ്. ഇത് ഒരു നല്ല തീരുമാനങ്ങൾ ഇതിൽ നിന്ന് ഉടലെടുക്കട്ടെ, ഉരുത്തിരിഞ്ഞു വരട്ടെ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. നന്ദി, നമസ്കാരം.